ആ താഴെ കാണുന്ന പശു ഉണ്ടോ? പശുക്കൂട്ടം അത്രയും താഴെ അതല്ലേ? ആ ഓക്കെ ഓക്കെ കണ്ടു കണ്ടു. ആടെ പോയിട്ട് ഞാൻ ഡേത്താട്ടിനും കൂടിയിട്ട് പശുവിൻ്റെ നെഞ്ചിലെ സെൽഫി എടുത്ത് തിരിച്ചിടും ഈ കുന്നിൻ്റെ മേലെ. ഉറപ്പാ? ഉറപ്പ്. സംഭവം കഴിഞ്ഞ ആഴ്ച ഊട്ടിയിലൊരു ട്രിപ്പ് പോയി. നമ്മുടെ സംഘത്തിൻ്റെ ഗ്രാമിക ഞെക്ലിൻ്റെ ഒരു വാർഷിക ടൂറാണ്. താമസം ഉണ്ടായത് ഊട്ടി ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് ഒരു കുന്നിൻ്റെ ടോപ്പിലൊരു തേയിലത്തോട്ടത്തിൻ്റെ ഏറ്റവും മേലെയായിട്ടുള്ളൊരു കോട്ടേജിലാണ്. രാവിലെ എണീച്ചിട്ട് നമ്മളതിൻ്റെ ഒരു സൈഡിലേക്ക് പോയപ്പോൾ ആ കുന്നിൻ്റെ ഏറ്റവും താഴെയായിട്ട് വട്ടവട പോലെ ഒരു വില്ലേജ് കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അതിന് കാണാൻ. ഒരുപാട് കൃഷിയും അതിൻ്റെ വെച്ച് നടുക്ക് പിന്നെ ഒരു ഗ്രൗണ്ട് പോലെ ഭയങ്കര ഗ്രീനി ആയിട്ടുള്ളൊരു സ്ഥലവും അവിടെ കുറേ പശുവും ഇതായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായത്. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു, എല്ലാവരും കൂടി പോകാൻ റെഡിയായി. പക്ഷെ കുറച്ചങ്ങോട്ട് നടന്നപ്പം ബാക്കി ഒന്നിച്ചില്ലവർക്കെല്ലാം മടിയായി, ഞാനും ഡേത്താട്ടിനും മാത്രം ബാക്കിയായി. തേയില എസ്റ്റേറ്റ് കഴിയുമ്പോൾ തന്നെ വലിയ വേലിയാണ്, ഫെൻസിങ് ഉണ്ട്. പിന്നെ ഈ തേയിലത്തോട്ടം കടന്നിട്ട് അങ്ങോട്ട് പോകാന്നില്ല ഭയങ്കര ടാസ്ക്കാണ്. നമ്മളെന്നിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലെല്ലാം നുഴഞ്ഞ് കയറി പോകുമ്പോൾ അവിടെ ഫെൻസിങ് ഉണ്ട്, വേലിയുണ്ട്. അത് കഴിഞ്ഞൊരു ചെറിയ അരുവി ആ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു. ആ അരുവി മുറിച്ച് കടന്നിട്ട് കുറച്ച് താഴേക്ക് പോയിട്ട് മുറിച്ച് കടക്കണമെങ്കിൽ ആടെയും കറണ്ടിൻ്റെ ഫെൻസിങ് ഉണ്ട്, നല്ല വേലിയുണ്ട്. ഞാനൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഏടെ തൊടുമ്പോൾ ഭയങ്കര തരിപ്പായി. ഞാൻ വെച്ചാൽ എല്ലായിടയ്ക്കും ഷോക്ക് ഉണ്ട്. നമ്മുടെ തണുത്ത് ഭയങ്കര അതേപോലെ തണുപ്പായിരുന്നു. തണുപ്പായിട്ട് ഏടെ തൊടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു തരിപ്പാണ്ട കൈക്കെല്ലാം. അങ്ങനെ ഈ ഫെൻസിങ്ങും വേലിയെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന എസ്റ്റേറ്റിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ ആ വില്ലേജിൻ്റെ ഏരിയൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. വില്ലേജിൻ്റെ ഏരിയൻ്റെ ഉള്ളിൽ കയറിയിട്ടും പിന്നെ നമുക്ക് പോകണമെങ്കിൽ വീണ്ടും കുറേ വേലിയെല്ലാം ഉണ്ട്. ആ വേലിയെല്ലാം നൂണ്ട് കടന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ആ പറയുന്ന പശുവെല്ലാം ഇല്ല ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. കോലിന് കിടക്ക് പരമാവധി താവ് 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 കുറച്ചും കൂടി. ആ ബാക്ക് ഓക്കെ ഇല്ല പാസ്. സംഭവം ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അത്രയും കുന്നിറങ്ങൽ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട്, ഈ മലയോരത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിട്ട് കുന്നിറങ്ങലും കാരണം വലിയ ടാസ്ക് ഒന്നുമല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടായ അഡ്വഞ്ചർ, ആ കാട്ടിൻ്റെ ഉള്ളിലെ ഫെൻസിങ്ങിൻ്റെ ഇടയ്ക്കെല്ലാം വന്നത്, കറണ്ടൊന്നും ഉണ്ടായിട്ടില്ല, കറണ്ടൊന്നും പാസ് ചെയ്യുന്നൊന്നും ഉണ്ടായിട്ടില്ല, അതെല്ലാം നോക്കിയാണ് വന്നത്. എത്തി മോനെ, എത്തി എത്തി. അതാ പശു രേത്താട്ടാ. പിന്നെ എന്നിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു, വീഡിയോ എല്ലാം എടുത്തു. അവിടെ അപ്പോഴത്തേക്ക് അതിൻ്റെ ഈ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഓണർ ഉണ്ടായിരുന്നു. അയാൾ നമുക്ക് മേലേക്ക് പോകാനുള്ള ഒരു വഴി കാണിച്ചു തന്നു. കുന്ന് ഇറങ്ങി വന്ന അത്ര സീൻ ഉണ്ടായിട്ട് തിരിച്ചു കയറാൻ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ എസ്റ്റേറ്റും ഈ കൃഷിത്തോട്ടം തമ്മിലുള്ള പിന്നെ അതിരിൻ്റെ അടുത്ത് വരുന്ന വലിയൊരു ചാടി കയറൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഉണ്ടായത്. എന്നാലും ആ കൃഷിത്തോട്ടം, എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള നടത്തം, ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം ഇല്ലെന്നുകൊണ്ട് വന്നിട്ടുള്ള ഒരു അഡ്വഞ്ചർ പരിപാടിയെല്ലാം ഗംഭീരമായിട്ടുണ്ടായിന്. കൃഷിത്തോട്ടം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് രാവിലെ മോർണിംഗിൽ ഭയങ്കര ഫീലാണ് ഉണ്ടായത്. ഇതുവരെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂടി ഞാൻ രാവിലെ നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഫീലാണ് ഉണ്ടായത്. യാത്ര ഏറ്റവും മധുരതരമാക്കിയത് ആക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളാണെന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ബൈ.